നമസ്കാരം. എൻ.ഡി.എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയിൽ വ്യാജമെത്രാനെ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി ബി.ജെ.പി ജില്ലാ ഘടകത്തിൽ ഭിന്നത. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയിലാണ് തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ വ്യാജമെത്രാൻ കൊല്ലം കടപ്പാക്കട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന ജെയിംസ് ജോർജ് പങ്കെടുത്തത്. പരിപാടിയുടെ വാർത്തയും ഫോട്ടോയും ജന്മഭൂമി പ്രാധാന്യത്തോടെ നൽകി. പിന്നാലെ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ നേതൃത്വം വെട്ടിലായി. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ബെസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കാത്തോലിക ബാവ എന്ന പേരിലാണ് ജെയിംസ് ജോർജ് റോഡ് ഷോയിൽ പ്രത്യക്ഷപ്പെട്ടത്. തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടും ജെയിംസ് ജോർജിനെ പങ്കെടുപ്പിച്ചത് ചില നേതാക്കളുടെ അറിവോടുകൂടിയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ ആരും ക്ഷണിക്കാതെയാണ് ഇയാൾ കാത്തോലിക ബാവയുടെ വേഷത്തിൽ എത്തിയതെന്നാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കളുടെ വാദം. ക്ഷണിക്കാതെ എത്തിയതാണെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം മുൻനിരയിൽ എങ്ങനെ ഇയാൾക്ക് അവസരം ലഭിച്ചു എന്ന ചോദ്യമാണ് വരുന്നത്. ടൗണിൽ തന്നെയുള്ള നേതാക്കൾക്ക് ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് അറിയാമായിരുന്നിട്ടും മുൻനിരയിൽ എത്തിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. വാർത്തയും ഫോട്ടോയും LDFും UDFും വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. തട്ടിപ്പിലൂടെ ജെയിംസ് ജോർജ് സമ്പാദിച്ച സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് BJPക്കാർ വാഗ്ദാനം ചെയ്തതിനാലാണ് വേഷം കെട്ടിച്ച് ജെയിംസിനെ ഇറക്കിയതെന്നാണ് പ്രചാരണം നടക്കുന്നത്. ഇത് മുന്നണിക്കും BJPക്കും വളരെ നാണക്കേടുണ്ടാക്കി. BJPക്കാർ ക്ഷണിച്ച പ്രകാരമാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ജെയിംസ് ജോർജ് അവകാശപ്പെടുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന പരാതിയിൽ 2015 കൊല്ലം ഈസ്റ്റ് പോലീസ് ജെയിംസ് ജോർജിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇയാൾ നൽകിയിരുന്നു. ക്ലാസുകളൊന്നും നടത്താതെ തന്നെ ഇവരുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും പ്രതി വിൽപ്പന നടത്തി. തട്ടിപ്പിലൂടെ നേടിയ കള്ളപ്പണം വെളുപ്പിക്കാനായി വിവിധ ജില്ലകളിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതിന്റെ തെളിവ് ലഭിച്ചതോടെയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്.